അടുത്തത് വരുന്നത് എം ജി എഫ് ആണ്, മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. എം ജി എഫിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ എന്തായിരുന്നു? എം എക്സ് ടി ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ്. അപ്പം ഇതിന് ഇ റൈസ് ടു ടി എക്സ് എക്സ്പെക്റ്റേഷൻ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ വരുമ്പം സമ്മേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇതിന് പോയിസോൺ ഡിസ്ട്രിബ്യൂഷന് 0 തൊട്ട് ഇൻഫിനിറ്റി വരെ എക്സിൻ്റെ വാല്യൂ വരാം. ഇ റൈസ് ടു ടി എക്സ് എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കുമ്പോൾ അറിയാം ഇയുടെ അകത്തെ ഏത് വാല്യൂ ആണ്, ഏത് ഫംഗ്ഷനാണ് വരുന്നത് അതേ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇതാണ് വരുന്നത്. ഇനിയും ഇതിനകത്ത് ഇ റൈസ് ടു ടി എക്സ് എഫ് ഓഫ് എക്സിന് പകരം നമുക്ക് എഫ് ഓഫ് എക്സിന് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ എഫ് ഓഫ് എക്സ് ഇട്ട് കൊടുക്കാം. ഇ റൈസ് ടു മൈനസ് എം ഇൻറ്റു എം റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ അതിനകത്ത് ഇ റൈസ് ടു മൈനസ് എം കോൺസ്റ്റൻ്റാണ്, അത് വെളിയിലെടുക്കാം. എന്നിട്ട് ബാക്കി എഴുതാം ഇ റൈസ് ടു മൈനസ് എം സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു ടി എക്സ് ഇൻറ്റു എം റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇവിടെ എക്സ് ഒന്നുമില്ലല്ലോ, കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇനിയും ഇവിടെ നോക്കുമ്പോൾ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യാം. രണ്ട് സാധനങ്ങൾ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പവറിൽ കോമൺ ആയിട്ട് എടുക്കാനുണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് പവറിൽ കോമൺ ആയിട്ട് എടുക്കാനുണ്ടെങ്കിൽ നമുക്കത് ഇത് താഴത്തേത് രണ്ടും കൂടെ ഒരുമിച്ച് ഇൻറ്റു ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ എന്താ ഇ റൈസ് ടു മൈനസ് എം സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. ഇത് വരുമ്പം എക്സ് കോമൺ ആയിട്ട് എടുക്കാമെന്നല്ലോ, എക്സ് കോമൺ പവറായിട്ട് എടുത്താൽ ഇപ്പോൾ എന്ത് വരും? എക്സ് ഇവിടെ പോയിട്ട് ഇ റൈസ് ടു ടി ഇൻറ്റു ഇവിടെ എം ആ വരും. അതപ്പോൾ എം ഇ റൈസ് ടു ടി എന്ന് എഴുതിയേക്കുന്നത്. എം ഇ റൈസ് ടു ടി ദ ഹോൾ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇനി ഇത് ഓപ്പൺ ചെയ്യാം. ഇപ്പം ഇവിടെ 0 ഇട്ട് കൊടുത്താൽ ഇതേ റൈസ് ടു 0 എന്ന് വരും. അപ്പോൾ അതെന്തായി 1 ആയി. പിന്നെ 0 ഫാക്ടോറിയൽ 1. അപ്പോൾ ഇവിടെ 0 തൊട്ട് തന്നെ എടുക്കാം. അപ്പോൾ ഇ റൈസ് ടു മൈനസ് എം ഇൻറ്റു ഇവിടെ പക്ഷേ 0 വരുമ്പോൾ ഇവിടെ എല്ലാം ഇതേ റൈസ് ടു 0 എന്ന് വരും. ഇത് അപ്പം ഇവിടെ 1 ആവും. പിന്നെ ഇത് 0 ഫാക്ടോറിയലും 1/1 എന്നുള്ളത്. അപ്പോൾ അത് 1 നമുക്ക് എഴുതിയാൽ മതിയല്ലോ, വീണ്ടും അത് എഴുതണ്ട. 1 പ്ലസ് എക്സിനടുത്തത് 1 ഇട്ട് കൊടുക്കാം. എം ഇ റൈസ് ടു ടി ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എം ഇ റൈസ് ടു ടി ദ ഹോൾ റൈസ് ടു 2 ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എം ഇ റൈസ് ടു ടി ദ ഹോൾ റൈസ് ടു 3 ബൈ 3 ഫാക്ടോറിയൽ. എക്സിന് 1 2 3 ഇട്ട് കൊടുത്തു എക്സെട്ര. ഇനി മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇ റൈസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ, എക്സിന് പകരം ഇവിടെ വന്നേക്കുന്നത് എം ഇ റൈസ് ടു ടി എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇ റൈസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ, അതിപ്പം സൈഡിൽ എഴുതാം. നമുക്ക് വി നോ ദാറ്റ് ഇ റൈസ് ടു എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആ എക്സ്പാൻഷനായിരുന്നു വരുന്നത്. അതുകൊണ്ട് ഈ സാധനത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? ഈ സാധനത്തിന് നമുക്ക് ഇ റൈസ് ടു എക്സിൻ്റെ സ്ഥാനത്ത് എം ഇ റൈസ് ടു ടി എന്നാണ് വരുന്നത്. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഇയുടെ മൊത്തത്തിൻ്റെയും പവറാണ് എം ഇ, അതിൻ്റെ ആ ഇയുടെ പവറാണ് ടി എന്നാണ് വരുന്നത്. അങ്ങനെ എഴുതുന്നത്. അപ്പം എഴുതുമ്പം ഇ റൈസ് ടു മൈനസ് എം ഇ റൈസ് ടു എം ഇ റൈസ് ടു ടി. ഇവിടെ ഇൻറ്റു ആ, ഇതിൻ്റെ രണ്ടിന് താഴെ സെയിം ആയതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇ റൈസ് ടു എം ഇ റൈസ് ടു ടി മൈനസ് എം, ഇവിടെ മൈനസ് ആണത് ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അതിനകത്തു നിന്ന് എന്താ എം കോമൺ എടുക്കാം. ഇ റൈസ് ടു എം കോമൺ എടുത്താൽ ഇ റൈസ് ടു ടി വരും. ബാക്കി ഇവിടെ -1 വരും ബാക്കി പവറിൽ. ഇത്രയാണ് ആൻസർ. ഇ റൈസ് ടു എം ഇൻറ്റു ഇ റൈസ് ടു ടി -1. ഇതാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ എം ജി എഫ്. ഇനി ഫിറ്റിംഗ് ഓഫ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ഒരു ഗിവൺ ഫ്രീക്വൻസി ഡേറ്റ, നമുക്കൊരു ഫ്രീക്വൻസി ഡേറ്റ തന്നിട്ടുണ്ട്. അത് നമുക്ക് പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിൽ ഫിറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ആദ്യം ഈ തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എന്താ, അത് എം ആണ്,
നമുക്കറിയാമല്ലോ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് എം ആണ്. അപ്പോൾ എം കണ്ടുപിടിച്ചാൽ ബാക്കിയെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ PDF എന്താണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF എമ്മിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. എം കണ്ടുപിടിക്കുന്നു, ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂവിന് മീൻ കണ്ടുപിടിക്കുന്നു. ആ മീൻ എം ആണല്ലോ, അപ്പോൾ ആ എമ്മിൻ്റെ വാല്യൂ ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ വാല്യൂ കിട്ടും. അപ്പം പിന്നെ നമുക്ക് എക്സിന് 0, 1, 2 അങ്ങനെ എല്ലാ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ എല്ലാ വാല്യൂവിലും അങ്ങനെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ PDF-ൻ്റെ വാല്യൂ കിട്ടും. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടുന്നത് ഓരോ PDF വാല്യൂവിനെയും സം ഫ്രീക്വൻസി കൊണ്ടിട്ട് ഇൻറ്റു ചെയ്യും. മുമ്പത്തെ പോലെ തന്നെ ടോട്ടൽ ഫ്രീക്വൻസി എത്ര നമ്പറാണോ അതേ ഇൻറ്റു ഈ ചെയ്ത് കിട്ടുന്ന ഓരോ എഫിൻ്റെ വാല്യൂ. അതായത് എഫിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ F0, 1 ഇട്ട് കൊടുക്കുമ്പോൾ F1, F1, F2 അങ്ങനെ അതിനെ എന്നും കൊണ്ട് എത്ര നമ്പറാണ് ടോട്ടൽ നമ്പർ അതുകൊണ്ട് ഇൻറ്റു ചെയ്യും. മുമ്പത്തേത് നമുക്ക് എണ്ണി എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇത് ചിലപ്പോൾ വലിയ വാല്യൂ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ അടുത്തത് ഒരു പോയിസോണിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിങ്ങിൻ്റെ കാര്യം പറയുന്നത്. അപ്പം ഇത് നമുക്കൊരു ഒരു ബോക്സ് വരച്ച് അതിനകത്ത് തന്നെ എഴുതാം. അപ്പം ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഇത്രേ പറയത്തുള്ളൂ. ഒരു തിയറട്ടിക്കൽ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് മുമ്പത്തെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എക്സും എഫും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ടേബിൾ വരയ്ക്കാം. എക്സ് എടുക്കുക. ഇതൊരു ടേബിൾ വരച്ച് എഴുതുന്നുള്ളതല്ലോ, അപ്പോൾ പെട്ടെന്ന് കിട്ടും. എക്സ് എടുക്കുക, എഫ് എടുക്കുക, തന്നേക്കുന്ന 2 സാധനങ്ങൾ ആദ്യം നമ്മൾ വരച്ചിട്ട് എഴുതി. 0, 1, 2, 3, 4. എഫിന് തന്നേക്കുന്ന വാല്യൂ 123, 59, 14, 3, 1. ഇനി അപ്പുറത്ത് നമുക്കറിയാം ഇത് രണ്ടും കൂടെ മീൻ കണ്ടുപിടിക്കാൻ മീൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ σXF/σF എന്നാണ്. അപ്പം എഫ് എല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 139 പ്ലസ് ഇത് വരുമ്പോൾ ഇതിൻ്റെ വാല്യൂ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം എഫ്, അതായത് എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 200 ആണ്. പിന്നെ എക്സ് ഇൻറ്റു എഫ് 0, 59, 28, 9, 4 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 100 കിട്ടും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് മീൻ അന്നേരമേ കണ്ടുപിടിക്കാം. സമ്മേഷൻ XF/സമ്മേഷൻ F = 200/100. അപ്പോൾ എത്ര? അല്ല, തിരിഞ്ഞുപോയി. 100/200. XF-ൻ്റെ എന്ന് പറയുമ്പം 100/200. അപ്പോൾ ഇത് രണ്ടും കൂടെ പോയി കഴിയുമ്പോൾ 0.5 ആണ് മീൻ കിട്ടുന്നത്. അതായത് എമ്മിൻ്റെ വാല്യൂ 0.5 എന്ന് വരും. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് f(x)ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. f(x) = e⁻m/m/x/x ഫാക്ടോറിയൽ. അപ്പോൾ അതിനകത്തു നിന്ന് എമ്മിനെ നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ e⁻−0.5 ഇൻറ്റു 0.5x/x ഫാക്ടോറിയൽ എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ അതിനകത്ത് എക്സിൻ്റെ വാല്യൂസ് കൊടുത്ത് തന്നിരിക്കുന്നത് 0, 1, 2, 3, 4 0, 1, 2, 3, 4 എല്ലാം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് f(x) ഇത് ഇവിടെ ഈ ടേബിളിൽ തന്നെ നമുക്ക് എഴുതാം. f(x)ൻ്റെ ഇക്വേഷൻ =e⁻−0.5 ഇൻറ്റു 0.5x/x ഫാക്ടോറിയൽ. അപ്പോൾ e⁻−0.5 എന്ന് പറഞ്ഞാൽ
0.606 അതിൻ്റെ വാല്യൂ വരുന്നത്. അത് നമുക്ക് ആദ്യമേ എടുത്ത് ഇവിടോട്ട് ഇ റേസ് ടു -0.5ൻ്റെ വാല്യൂ വരുമ്പം 0.606 എന്നാണ് വരുന്നത്. അപ്പം ഇനി ഇത് കോൺസ്റ്റൻ്റ് ആണല്ലോ, അത് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ f(0) എന്ന് പറയുമ്പം ഇവിടെ എക്സിന് 0 ഇട്ട് കൊടുക്കുക. അതായത് 0.606 ഇൻറ്റു 0.5 റേസ് ടു 0. അപ്പം റേസ് ടു 0 വരുന്നതുകൊണ്ട് ഇവിടെ 1 ഡിവൈഡഡ് ബൈ ഇത് 0 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1. അപ്പോൾ 1ഉം 1ഉം അതപ്പം ഒന്നുമില്ല. അപ്പോൾ ഇവിടെ എന്ത് 0.6 തന്നെ 0.606 എന്ന് തന്നെ ആൻസർ വരുന്നത്. ഇനി f(1) എഴുതുമ്പം ഇ റേസ് ടു -0.5 എന്ത് ചെയ്യും 0.606 അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതും, അല്ലെ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഇൻറ്റു 0.5 റേസ് ടു 1 ബൈ 1 ഫാക്ടോറിയൽ. അപ്പം ഇത് അത് തന്നെ വരുന്നത്. അപ്പോൾ 0.606 ഇൻറ്റു 0.5 0.303 എന്ന് വരും. ഇനി അടുത്തത് f(2) വരുമ്പം ഇതുപോലെ 0.606 ഇൻറ്റു 0.5ൻ്റെ സ്ക്വയർ, എക്സിന് 2 എന്ന് കൊടുത്തു, പിന്നെ 2 ഫാക്ടോറിയൽ. അപ്പം 0.5ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.25 ഇൻറ്റു 0.606 ഡിവൈഡഡ് ബൈ 2 0.0757. ഇനി f(3) വരുമ്പം 0.606 ഇൻറ്റു 0.5 റേസ് ടു 3 ബൈ 3 ഫാക്ടോറിയൽ. അത് 3 ഫാക്ടോറിയൽ. അപ്പം 3 ഇൻറ്റു 2 6 വരും. അപ്പോൾ 0.606 ഇൻറ്റു 0.5ൻ്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 6 0.0126. f(4) is equal to 0.606 into 0.5 raised to 4 by 4 factorial. Zero point 0001 0.157 ഇത്രയാണ് f(x)ൻ്റെ വാല്യൂ. ഇനി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുമ്പം ഇത് റൗണ്ട് ചെയ്ത് ഇത് ഇൻറ്റു ചെയ്തിട്ട് റൗണ്ട് ചെയ്യുന്നത്. ഇൻറ്റു എന്ന് പറയുമ്പോൾ ടോട്ടൽ ഫ്രീക്വൻസി n, ക്യാപിറ്റൽ N എന്ന് പറയുന്നത് 200. ഇതിൻ്റെ കൂടെ അല്ല 200 ഇൻറ്റു ചെയ്താൽ മതി. n ഇൻറ്റു f(0), അതായത് 0.606 ഇൻറ്റു 200 121.2. അതിന് നമുക്ക് 121 അപ്രോക്സിമേറ്റ് ചെയ്യാം. n(f)(1) വരുമ്പം 0.303 ഇൻറ്റു 200, അപ്പോൾ എത്ര 60.6 എന്ന് വരും. അതിന് നമുക്ക് 61 എന്ന് എടുക്കാം. ഇനി n(f)(2), ഈ f(2)നെ 200 കൊണ്ട് 0.0757 ഇൻറ്റു 200 15.14, അത് നമുക്ക് 15 എന്ന് എടുക്കാം. ഇനി ഇതേ ഇൻറ്റു 0.0126 ഇൻറ്റു 200 2.52. അതിനെ നമുക്ക് 2.3 എന്ന് എടുക്കാം. 2 അല്ല 3 എന്ന് എടുക്കാം. 2.5 അപ്പുറത്തുള്ളതല്ലേ, നമുക്ക് 3 എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാം. n ഇൻറ്റു f(4) എന്ന് പറഞ്ഞാൽ
0.00157 ഇൻറ്റു 200 0.314. അതിനെ നമുക്ക് 0 എന്ന് എടുക്കാം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 121 പ്ലസ് 61 പ്ലസ് 15 പ്ലസ് 3 200 തന്നെ കിട്ടും ഇതിൻ്റെ ആൻസർ. ഇത് ശരിക്കും ഇതും ഈ 200 കൂടെ ഈക്വലാണ്. അങ്ങനെയാണ് ഫിറ്റിംഗ് നടക്കുന്നത്. ഇങ്ങനെയാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിംഗ്.